നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മര്യാദയോടുകൂടി വേണം അമ്മയോട് സംസാരിക്കാൻ. അല്ലാതെ വഴിയെ പോകുന്നൊരു സ്ത്രീയോട് സംസാരിക്കുന്ന പോലെ അല്ല സംസാരിക്കേണ്ടത്. മനസ്സിലായോ? അമ്മ ചിരവ് കൊണ്ട് നിന്റെ തലക്കടിച്ചിട്ട് നീ ചാകാറായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഇപ്പൊ ഈ പറഞ്ഞ ബഹുമാനത്തോടും മര്യാദയോടും കൂടി മാത്രമേ നീ സംസാരിക്കത്തുള്ളൂ. ഇപ്പൊ എന്നെ കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട്. ഈ ജീവിതത്തിൽ വേണു സമ്പാദിച്ചിട്ടുണ്ട്. ഈ ബന്ധം എന്റെ കയ്യിൽ മുറുക്കി പിടിച്ചിരിക്കുന്ന ഈ മനുഷ്യനുമായിട്ടുള്ള ആത്മബന്ധ എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. എന്തായാലും ഒരു ജോലിക്കാരനോട് മുതലാളിക്ക് തോന്നിയ ചെറിയ സഹതാപത്തിൽ നിന്ന് തുടങ്ങിയ ബന്ധം ഇത് ഇത്രയും വലുതായത് എന്റെ മകൻ കാരണ. ഈ ദരിദ്രനായി കുചേലനെ കാണാൻ ഭഗവാൻ ശ്രീകൃഷ്ണ തുല്യനായി വർമ്മ സാർ എത്തിയിരിക്കുന്നു. വർമ്മ സാറെ, ഹൃദയത്തിൽ തൊട്ട് പറയുക, ജീവിതത്തില് ഏറ്റവും സന്തോഷിച്ച ദിവസം ഇന്നായിരിക്കും, ഈ നിമിഷങ്ങളായിരിക്കും. എന്താ വേണോട്ടാ ഇത്? എനിക്ക് വർമ്മ സാറിനോട് ഒരപേക്ഷയുണ്ട്, പറഞ്ഞോട്ടെ. അപേക്ഷയോ? നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും എന്നോട് അപേക്ഷിക്കേണ്ട കാര്യമുണ്ടോ? പ്രജകളോട് ഉയർച്ച താഴ്ച വ്യത്യാസമില്ലാതെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന നീതിമാനായ രാജാവിന്റെ കഥ വേണു ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ കഥകളിലെ പോലെ നീതിമാനായ ഒരു നേതാവും ജനപ്രതിനിധിയുമായ വർമ്മ സാറിനോട് എങ്ങനെയാണോ സംസാരിക്കേണ്ടത് അങ്ങനെയാ വേണു സംസാരിക്കൂ. ഞങ്ങളുടെ കുടുംബം ഒരിക്കലും അർഹിക്കുന്ന ഒരു കാര്യമല്ല വർമ്മ സാറിന്റെ മകളെ പോലെ ഒരാൾ ഈ വീട്ടിലെ മരുമകളാകുന്നത് എന്നെനിക്കറിയാം. എന്റെ മകനും പ്രതികാ മാഡവും ചെയ്ത തെറ്റുകൾക്ക് ഒരിക്കലും വർമ്മ സാറ് അവരെ ശപിക്കരുത്, വെറുക്കരുത്. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ വേണുവേട്ടാ. അതിനെക്കുറിച്ച് എന്തിനാ ഇപ്പൊ ആലോചിച്ച് വിഷമിക്കുന്നേ? മതി. വേണുവേട്ടൻ ഇതുവരെ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വേണുവേട്ടന് മാറിയെന്ന് അറിഞ്ഞതിലും വേണുവേട്ടൻ സുഖമായി ഇരിക്കുന്നു എന്ന് അറിഞ്ഞതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സമാധാനമായിട്ട് സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. രാജു, എന്നാ ഇനി അടുത്ത ചെക്കപ്പ് ഡോക്ടർ പറഞ്ഞത്? ശനിയാഴ്ച ചെല്ലാനാ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന. ഞാൻ അവരെ വിളിച്ച് സംസാരിച്ചോളാം. നീ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഇനി വീട്ടിലേക്ക് വന്നാ മതി കേട്ടോ. ഇലക്ഷൻ കാര്യങ്ങൾക്കുള്ള വേണ്ട നിർദ്ദേശങ്ങൾ നീ അവർക്ക് ഫോണിലൂടെ കൊടുത്താൽ മതി. അച്ഛന്റെ കൂടെ നിൽക്ക്. അത് ശരിയാവില്ല വർമ്മ സാറേ. അവൻ വർമ്മ സാറിന്റെ ഒപ്പം നിൽക്കുന്നതാ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. വർമ്മ സാറ് പ്രതികാ മാഡത്തിന്റെ കയ്യിൽ നിന്ന് വെള്ളം മേടിച്ചു കുടിച്ച് പാവം എത്ര നേരം ഗ്ലാസ് പിടിച്ചു നിൽക്കുന്നു. അമ്മേ, എനിക്ക് ഒരു 5000 രൂപ വേണം, ഒന്ന് അയച്ചേക്കെ. എന്തിനാ? ഞാൻ ഓൺലൈനിലെ 2 ഡ്രസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അരമണിക്കൂറിലത് കൊണ്ടുവരും. അപ്പോഴല്ലേ? അന്നേരം അയക്കാം. അമ്മ എന്താ ആലോചിക്കുന്നേ? കിട്ടാ കടങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോ മനസ്സിനൊരു വിങ്ങല. രാജു തരാനുള്ള 10 ലക്ഷം പെട്ടെന്ന് വാങ്ങണം. അത് കിട്ടാനായി ഇനിയും പോയി പ്രശ്നം ഉണ്ടാക്കിയാലേ പറ്റൂ. അതിനെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. എങ്ങോട്ടായി തള്ളിക്കയറി വരുന്നത്? അവിടെ നിൽക്ക്.
എന്ത് ധൈര്യം ഉണ്ടാട്ടാ നീ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നേ? എനിക്ക് ഈ വീട്ടിലേക്ക് കയറി വരാൻ പ്രത്യേകിച്ച് ധൈര്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഇത് എന്റെയും കൂടി വീടാ. ആണെന്നല്ല, ആയിരുന്നു. നിന്നെ ഞാൻ പടി അടച്ച് പിണ്ടം വെച്ച് കഴിഞ്ഞു. പടി അടച്ചിട്ട് പിണ്ടം വെക്കയോ പടി അടയ്ക്കാതെ പിണ്ടം വെക്കയോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആയിക്കോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. സ്വന്തം അമ്മാവനും എനിക്കും എതിരെ കേസ് കൊടുത്തിട്ട് വീണ്ടും വന്നിരിക്കുക. ഒരു നാണോ ഇല്ലാതെ അവകാശം പറയാൻ. ഞാൻ അവകാശം പറയാൻ വന്നാണെന്ന് അമ്മയോട് ആരാ പറഞ്ഞ? ഞാൻ അവകാശം പറയാൻ വന്നതല്ല, ഉപദേശം തരാൻ വന്നതാ. ഉപദേശോ? ഹ, അതും നീ. നിനക്ക് എന്ത് യോഗ്യതയുണ്ട് എനിക്ക് ഉപദേശം തരാൻ? എനിക്ക് യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്ന് കണക്കെടുപ്പ് നടത്തി അത് ബോധിപ്പിക്കാനല്ല ഞാൻ വന്നേ. ശ്രീയുടെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കുമ്പോ അമ്മ ഒരു കാര്യം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. രാജുവേട്ടന്റെ അമ്മായച്ചൻ, അതായത് ഋതികയുടെ അച്ഛൻ, അദ്ദേഹം ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയാ. അദ്ദേഹം ഇപ്പോ രാജുവേട്ടന്റെ വീട്ടിലുണ്ട്. അത് മറന്ന് ആ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയ അമ്മ ദുഃഖിക്കേണ്ടി വരും. ഹരീഷേ, നീ അമ്മയോടാ സംസാരിക്കുന്നേ, അത് മറക്കരുത്. നിന്നോട് എങ്ങനെ പെരുമാറിയാലും ഇത് നിന്റെ അമ്മയല്ലാതെ ആവുന്നില്ല. അമ്മയോട് സംസാരിക്കുമ്പോ വാക്കുകളിലൊരു ബഹുമാനം ഉണ്ടാവണം. ആ ബഹുമാനത്തോടുകൂടി മര്യാദയോടുകൂടി വേണം അമ്മയോട് സംസാരിക്കാൻ. അല്ലാതെ വഴിയെ പോകുന്നൊരു സ്ത്രീയോട് സംസാരിക്കുന്ന പോലെ അല്ല സംസാരിക്കേണ്ടത്. മനസ്സിലായോ? ആ, അമ്മ ചിരവ് കൊണ്ട് നിന്റെ തലയ്ക്കടിച്ചിട്ട് നീ ചാകാറായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഇപ്പൊ ഈ പറഞ്ഞ ബഹുമാനത്തോടും മര്യാദയോടും കൂടി മാത്രം നീ സംസാരിക്കത്തുള്ളൂ. ബഹുമാനവും മര്യാദയും അത് അർഹിക്കുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. ഇനി അമ്മയോട് പറയാനുള്ളത്, അമ്മ എന്തറിഞ്ഞിട്ടാ ഈ കിടന്ന് തുള്ളുന്നേ? ശ്രീയുടെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാന്ന്? അത് വർമ്മ സാർ അറിഞ്ഞ എന്തായിരിക്കും ഭവിഷ്യത്തെന്ന് ചിന്തിക്കുന്നുണ്ടോ? നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഭീഷണിയല്ല അമ്മേ, പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുവോ? കാര്യങ്ങൾ സിമ്പിളാ. ഈ പറഞ്ഞത് മനസ്സിലാക്കിയ അമ്മയ്ക്ക് നല്ലത്. രാജുവേട്ടന് അച്ഛനെ അമ്മയും ജീവന അവർക്ക് വേദനിച്ച രാജുവേട്ടനും വേദനിക്കും. ഋതികയ്ക്ക് രാജുവേട്ടന് ജീവന, രാജുവേട്ടന് വേദനിച്ച ഋതികയ്ക്കും വേദനിക്കും. ഋതികയെ വർമ്മ സാറിന് ജീവന, അത് പുറമെ കാണിക്കുന്നില്ലെങ്കിൽ പോലും ആ ഋതികയ്ക്ക് വേദനിച്ച വർമ്മ സാറിനും വേദനിക്കും. അധികാരം കയ്യിലുള്ള ഒരാൾക്ക് വേദനിച്ച അയാൾ ആ വേദനയെ സഹിച്ച് വിധിയെ പഴിയും പറഞ്ഞിരിക്കില്ല, പ്രതികരിക്കും. തന്റെ മകളെ വേദനിപ്പിച്ച ഒരാളെ അയാൾ എങ്ങനെ നേരിടുമെന്ന് അമ്മയ്ക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. ഇനിയും അമ്മ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നും നിർത്തണം. ഞാൻ ഇത്രയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അതെല്ലാം അവഗണിച്ച് വീണ്ടും അമ്മ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഋതിക്ക് ഉറപ്പായും അത് അവളുടെ അച്ഛനെ അറിയിക്കും. അതോടെ വർമ്മ സാർ അതിൽ ഇടപെടും. പിന്നെ നിമിഷങ്ങൾ കൊണ്ടായിരിക്കും അമ്മയുടെ പലിശയ്ക്ക് കൊടുക്കലും ചിട്ടിയും പാട്ടവും ഒക്കെ കെട്ടി പൂട്ടുന്നതും. പിന്നെ ഇവിടെ സ്ഥിരം ഇരുന്ന് ഈച്ചയടിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.